മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും വർഗീയ പരാമർശങ്ങളും ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട പ്രമുഖ മുസ്ലിം പണ്ഡിതരും നേതാക്കളും രംഗത്തെത്തി. റിപ്പോർട്ടർ ടിവി മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ അധിക്ഷേപം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്തെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, സമസ്ത നേതാവ് സത്താൻ പന്തല്ലൂർ എന്നിവർ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ ജോലി നിർവഹിക്കുന്നതിനിടെ വ്യക്തിപരമായും വർഗീയമായും അധിക്ഷേപിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി വ്യക്തമാക്കി. ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവനായതുകൊണ്ട് മാത്രം ഒരാളെ ലക്ഷ്യം വെക്കുന്നത് അപകടകരമായ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വ്യക്തിപരമായ വിരോധങ്ങൾ തീർക്കേണ്ടത് ജാതിയും മതവും പറഞ്ഞല്ലെന്നും മാന്യമായ സംവാദങ്ങളാണ് നടക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സമുദായങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണെന്ന് ഖലീൽ തങ്ങൾ പറഞ്ഞു. ആധികാരികമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് സർക്കാർ ഇതിന് വ്യക്തത വരുത്തണം. സമുദായങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നൽകിയ സഹായങ്ങൾ സംബന്ധിച്ച സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് അനാവശ്യമായ വർഗീയ പ്രചാരണങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുസ്ലിം സമുദായത്തിനുള്ളിലെ ഐക്യത്തെക്കുറിച്ചും ഖലീൽ തങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണെന്നും യോജിപ്പിന്റെ പാത തെളിഞ്ഞു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായത്തിനുള്ളിലെ ഐക്യം കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ഭിന്നതകൾ മാറ്റിവെച്ച് മുന്നോട്ടു പോകാൻ സമയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതാവ് സത്താർ പന്തല്ലൂർ സംസാരിച്ചത്. സർക്കാരിന്റെ തണലിലാണ് വെള്ളാപ്പള്ളി വിദ്വേഷം വിതയ്ക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സർക്കാർ വിചാരിച്ചാൽ വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഖ്യമന്ത്രി അതിന് തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ നിലപാടുകളെ നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രിയുടെ പഴയ നിലപാടുകളെ സത്താർ പന്തല്ലൂർ ഓർമ്മിപ്പിച്ചു. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരുന്ന പിണറായി വിജയന് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. അന്ന് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തെ ഔദ്യോഗിക കാറിൽ ആനയിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പാണെന്നും സത്താർ പന്തല്ലൂർ വിമർശിച്ചു. വിശന്നാവുള്ളവരെ മുഖ്യമന്ത്രി തോളിലേറ്റുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് സമുദായത്തിനിടയിൽ ഉയരുന്നത്. വർഗീയ പ്രചാരണം നടത്തുന്നവർക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണെന്ന് നേതാക്കൾ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ മൗനം പാലിക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഇത് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാധ്യമ പ്രവർത്തകരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി വർഗീയ കാർഡുകൾ ഇറക്കുന്നത് തടയാൻ സാംസ്കാരിക കേരളത്തിന് ബാധ്യതയുണ്ട്. സമുദായ നേതാക്കൾ ഉയർത്തിയ ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.